guys, welcome back to my channel Anashu Vlogs. So guys, ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ എവിടേക്കാണെന്നൊക്കെ നമുക്ക് കാണാം. സോ മച്ചന്മാരെ നമ്മൾ പാലയിൽ എത്തിയിട്ടുണ്ട്. ഈ പാല ഇപ്പം മഴ ഇപ്പം കഴിഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മഴയാണ്. വിശ്വാസം നോക്കാം, മഴ കഴിഞ്ഞു. നമ്മൾ വാഗമൺ എത്താറായി. ഇവിടെ മൊത്തം ഒരു കാട് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളുടെ അങ്ങോട്ടൊന്ന് നോക്കൂ, നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മൊത്തം മരം എന്ത് റബ്ബറായിട്ട് തോന്നിട്ടോ ഗൈസ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും എന്തൊരു കാട് പോലത്തെ ഒരു സ്ഥലം. ഈ ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. സൗണ്ട് കേൾക്കുന്നില്ലേ? അതൊരു അരുവിയാണ്. ആ സൗണ്ട് കേട്ട ഒരു അരുവിയിട്ട് അതാ ഇവിടെ നിന്നാണ് അരുവി തുടങ്ങുന്നത്. അരുവിയുടെ മണ്ടയിലാണ് തൂക്കുപാലം. ഗൈസ്, നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്ത് താഴെ വീണാലും ഗൈസ് ഈ വീഡിയോ നിങ്ങൾ എന്താണെങ്കിലും കാണും. ഗൈസ്, ഒരു രക്ഷയില്ല. ഈ അരുവിയുടെ ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും വെള്ളമാണ്. ഈ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ പോലെയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ അരുവി കുളിക്കുന്ന വീഡിയോ നമുക്ക് കാണാം. സോ ഗൈസ്, അത് ലാസ്റ്റാണ്. ഗൈസ്, ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു പാലമാണ്. നല്ല രസമാണ്. നല്ല കാറ്റും വീണുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, ഇതൊരു അടിപൊളിയാണ് ഗൈസ്. സോ ഗൈസ്, നമ്മളിത് അരുവിന്ന് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ അരുവിയിലേക്ക് ഇറങ്ങാനാണ്. ഞാൻ വിശ്വസിച്ച് നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ ഒരു നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ ഒരു അരുവിയുണ്ട് കേട്ടോ. ഈ അരുവി നമ്മൾ നേരത്തെ കുളിച്ച അരുവിയുടെ ബാക്കിയാണ്. ഇവിടെ നല്ലൊരു അരുവി, അവിടെ കുളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കാണാം. നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു ബോർഡ് നമ്മളെ തെറ്റിച്ചു. പക്ഷേ ആ ബോർഡ് തെറ്റിച്ചോടെ നമുക്കൊരു ആനയെ കാണാൻ പറ്റി. ഗൈസ്, നിങ്ങൾ ആ വിഷുവാണ്, പൊളിയാണ്. വീട്ടിൽ വളർത്തുന്ന ആനയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു മണിയാണ് അന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീലിംഗ് ആണ്. കാണുന്നതാണ് ഇല്ലിക്കല്ല്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, ഇവിടെ മഴയും ഇടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇല്ലിക്കല്ല് കയറാൻ പറ്റില്ല. അപ്പോൾ ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈ റേഞ്ച് പോയിൻ്റ് ഏരിയ അതുകൊണ്ട് ചിലപ്പോൾ ഇടിമിന്നലേറ്റ് മരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇനി വാഗമൺ ചുറ്റിക്കറങ്ങി തിരിച്ചു പോവുകയാണ് ഗൈസ്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ അവിടെയുള്ള മാനേജറായിട്ടുള്ള ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ 1 കിലോമീറ്റർ അപ്പുറത്തൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പം നമ്മൾ അരമണിക്കൂർ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുത്തെ മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് കല്ലിലോട്ട് കയറ്റി വിടും. സോ ഗൈസ്, മച്ചന്മാരെ, നമ്മൾ ആ വാട്ടർഫോൾസിൽ പോകുന്നില്ല. കാരണം അവിടെയാണെങ്കിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ ഭയങ്കര ശബരിമല കയറി ഇറങ്ങുന്ന പോലെ ഭയങ്കര സ്റ്റെപ്പാണ്. അപ്പം അടുത്ത് ഊപ്പാളിറങ്ങും. സോ അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഇവിടെ കണ്ണാടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ നല്ല വ്യൂ ആണ്. അവിടെ ഇല്ലിക്കല്ലിലെ പകുതി ഭാഗവും കാണാൻ പറ്റും. സോ മച്ചന്മാരെ, നമ്മളിപ്പോൾ കണ്ണാടിപ്പാറ അങ്ങോട്ട് കുറച്ച് നടന്നു പോകുമ്പോൾ കണ്ണാടിപ്പാറാണ് ഗൈസ്. ഇപ്പോൾ സൺസെറ്റ് കാരണം നല്ല ഇടിയുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ശരിക്കും ഇവിടേക്ക് വരാൻ നല്ല ഒരു ക്ലൈമറ്റ് ആണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് വളരെ അടിപൊളിയാണ് ഗൈസ്. സോ നമുക്കിനി ആ കണ്ണാടിപ്പാറ ചെന്നിട്ട് ബാക്കിയാണ് ഗൈസ്. ഇപ്പം നമ്മൾ കണ്ണാടിപ്പാറയിലെത്തി ഗൈസ്. നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഞങ്ങൾ മാത്രമല്ല, നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അവിടെയൊക്കെ നല്ല ഉണ്ട് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്. എൻ്റെ ഗൈസ് കണ്ട എന്താ പറയുക, ഒരു ഐസ്ക്രീം പോലത്തെ ഉള്ളതാണ് ഗൈസ്. അടിപൊളി ഗൈസ്. ഇവിടെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം. നമ്മൾ കണ്ണാടിപ്പാറ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ കയറി അവിടെ നിന്ന് മണ്ടേ പോയിട്ട് ഒരു 1/2 കിലോമീറ്റർ
റോഡിലൂടെ പോകണം. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ നല്ല കാറ്റും മഴയാണ്. സോ അപ്പോൾ ഇടിമിന്നലുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാവുന്നതുകൊണ്ട് അവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ഗൈസ് എന്നാലും നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല ഗൈസ്. ഇവിടെ നല്ല കാറ്റാണ്. ഇപ്പോൾ മഴ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. എന്നാലും നമ്മൾ ഇത്രയൊക്കെ പോവാണ് ഇവിടുന്ന്. സ്നോഫോളിൻ്റെ ഇത് ഗൈസ്, ഞാൻ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഗൈസ്. ഇതൊരു അടിപൊളി. കാരണം എന്താ പറയുക, മൊത്തം അങ്ങോട്ട് ആദ്യം കുറച്ചുള്ളായിരുന്നു, പിന്നെ അത് കുറച്ചുകൂടെ ഇപ്പം മൊത്തം അങ്ങോട്ട് കവർ ചെയ്യുക ഗൈസ്. നിങ്ങളൊന്ന് ശരിക്കും ഈ വ്യൂ ഒന്ന് കാണണം. ഹലോ മച്ചാന്മാരെ, നമ്മളിതാ ഇവിടുന്ന് പോവാണ്. ഇപ്പം നല്ല കാറ്റിവിടെ മഴ വരുന്ന ഒരു സാധ്യതയൊക്കെ ഉണ്ട്. സോ ഗൈസ് ഇപ്പോൾ നമ്മൾ കണ്ണാടിപ്പാറയിൽ നിന്ന് പോവാണ്. സോ ഇനി അത് കഴിഞ്ഞ് കാണാം ഗൈസ്. നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോകാനായിട്ട് വന്നപ്പോഴാണ് നല്ലൊരു സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വൽസ് കാണാം ഗൈസ്. നമ്മളിതാ അവിടെ എത്തിയപ്പോൾ ഈ വെള്ളച്ചാട്ടം വളരെ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷേ ഭയങ്കര സൗണ്ടാണല്ലോ ഗൈസ്. ഗൈസ് നമ്മുടെ കൊച്ചൊരു ട്രാവൽ വ്ലോഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നത്. ഗൈസ് നമ്മളിതാ ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞണ്ടിനെ കണ്ടത്. സോ ഗൈസ് നിങ്ങൾ ശരിക്കും നോക്കി നിങ്ങൾക്കത് എവിടുന്ന് വന്നതാണെന്ന് അറിയാം.